അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയമാണ്, വെക്കേഷൻ ടൈമാണ്. കുട്ടികളൊക്കെ ഉമ്മാൻ്റെ വീട്ടിലേക്കും കുടുംബക്കാരിലേക്കൊക്കെ വിരുന്നിന് പോയിട്ടും പാടത്തും പറമ്പത്തും ഫുട്ബോൾ കളിച്ചും ക്രിക്കറ്റ് കളിച്ചും കുളത്തിൽ ചാടിയും മൊബൈലിൽ കളിച്ചിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയം. അവർക്കൊക്കെ ഇങ്ങനെ സ്വർഗം കിട്ടിയ സമയമാണ്. അൽഹംദുലില്ലാഹ്. ഈ സമയമാണ് മക്കളുടെ ഭാവി നിർണ്ണയിക്കാൻ രക്ഷിതാക്കൾ മുന്നോട്ട് ഇറങ്ങേണ്ട സമയം. നിങ്ങൾ ഒരു ദിവസം എൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് നോക്കണം. അപ്പോൾ കാണാം എത്രയോ രക്ഷിതാക്കൾ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണാം. അപ്പം അടുത്ത് തന്നെ ഒരു ഉമ്മ വന്നിട്ട് വലിയ സങ്കടങ്ങൾ പറഞ്ഞു. അവർ അറിയാതെ തന്നെ അവരുടെ മകൻ ഗൾഫിൽ പോയി ജോലിക്ക് കയറി അവിടെ ഒരു പെൺകുട്ടീനായിട്ടൊക്കെ സ്നേഹത്തിലായി, അവിടെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അടുത്തൊരു ഉമ്മ ഇവിടെ വന്നിരുന്നു. അങ്ങനെ എത്രയോ കേസുകൾ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നത്. കള്ളുകുടിച്ചിട്ടും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന മക്കൾ കള്ളുകുടിച്ച് വന്നിട്ട് പെങ്ങളെ തല്ലി വലിയ പ്രയാസത്തിലുള്ള ഒരു ഉമ്മ പടുത്ത് വന്നിരുന്നു. അങ്ങനെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ എത്രയോ ഉണ്ട്. പറഞ്ഞു വന്നത്, ഈ തെറ്റിലേക്ക് മക്കൾ പോകുമ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവർക്ക് വേണം. അതിനെന്ത് വേണം? ചെറുപ്പത്തിലേ അവർക്ക് നമ്മുടെ ദീൻ പഠിപ്പിച്ച വഴിയിലൂടെ അവരെ കൊണ്ടുപോകണം. അവരൊരു തെറ്റിലേക്ക് പോകുമ്പോൾ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരണം. റസൂലുള്ള പഠിപ്പിച്ചില്ലേ, വലാ തഖ്റബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. വലിയ വയലു പറയേണ്ട ആയത്തൊക്കെ അത്. വ്യഭിചാരത്തിലേക്കൊന്നും അടുക്കരുത് മോനെ, അത് വളരെ ദുഷിച്ചതാണ്, മോശപ്പെട്ട പ്രവൃത്തിയാണ്, അതിലേക്കൊന്നും അടുക്കരുതെന്ന്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. കണ്ണിൻ്റെ വ്യഭിചാരം എന്താ? നോട്ടമാണ്. കാലിൻ്റെ വ്യഭിചാരം അങ്ങോട്ട് നടക്കലാണ്. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കാണുമ്പോൾ പെണ്ണിൻ്റെ അടുത്തേക്ക് നടന്നാൽ അത് അള്ളാഹുവിൽ ശിക്ഷ കിട്ടുന്നതാണെന്ന് നമ്മൾ ഖുർആനിൽ ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചതാണ്, മദ്രസയിൽ പഠിച്ചതാണ്. അപ്പോൾ വലുതാവുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ അള്ളാഹു പറഞ്ഞു അതിലേക്ക് അടുക്കരുത്, അത് ദുഷിച്ചതാണ്, ആകെ പ്രയാസത്തിലാകും. അപ്പോൾ ആ ഖുർആനിലെ ആയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അതിനെന്ത് വേണം? മക്കൾക്ക് ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. പറഞ്ഞു വന്നത്, ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, കുട്ടികളൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങളുടെ അടുത്തൊക്കെ പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ദർസ് ഉണ്ടാകും. അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദിനോടൊക്കെ പറഞ്ഞിട്ട് മഗ്‌രിബിൻ്റെ ശേഷമൊക്കെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ അവസരം ഒരുക്കിയാൽ ആ കുട്ടികൾ വലുതാകുമ്പോൾ നിങ്ങളെയൊക്കെ വാത്സല്യമുള്ള, നിങ്ങളൊക്കെ വഹ്ഫദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. ഖുർആനിൽ ഞാൻ പഠിത്ത് വയത് പറയുമ്പോൾ പറഞ്ഞ ഖുർആനിൽ രക്ഷിതാക്കളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷിതാക്കൾക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. വലുതാവുമ്പോൾ എന്ത് ചെയ്യും? മക്കളൊക്കെ നല്ലപോലെ നിങ്ങളെ സ്നേഹിക്കുന്നവരാകും, പരിഗണിക്കുന്നവരാകും. നാളെ നമ്മളൊക്കെ ഖബറിൽ കിടക്കുമ്പോൾ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും, നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നമ്മുടെ മക്കൾ നമുക്കെതിരായി തിരിയുന്ന ഒരു കാലഘട്ടം, നമുക്ക് വേണ്ടി ദുആ ചെയ്യാത്ത കാലഘട്ടം, അവർക്കറിയാത്ത കാലഘട്ടം. നമ്മളൊക്കെ ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ മക്കളൊക്കെ അല്ലാഹുമ്മ ഗഫിർലി അബീ വ ഉമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസം വേണം. എന്നാലേ നാളെ നമുക്കത് ഉപകരിക്കുള്ളൂ, മക്കൾക്കും ഉപകരിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് പറഞ്ഞു വന്നത്, എല്ലാവരും ഈ വെക്കേഷൻ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള വെക്കേഷനാക്കി മാറ്റുക. അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണമെങ്കിൽ ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കൽ നിർബന്ധമാണ്. അത് ഓരോ രക്ഷിതാക്കളുടെയും ബാധ്യതയാണ്, കടമയാണ് എന്ന ചിന്ത ഓരോരുത്തരും മനസ്സിലുണ്ടാവുക. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാ കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ മാറ്റി സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.